GR ഇന്ദുഗോപൻ എഴുതിയ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന പുസ്തകത്തിനെ ബേസ് ചെയ്താണ് പൊന്മാൻ എന്ന സിനിമ. പൊന്മാനിൽ ഫേസ് ഓഫ് ആണ് ബിറ്റ്വീൻ ബേസിൽ അവതരിപ്പിച്ച അജേഷും സജിൻ അവതരിപ്പിച്ച മറിയാനോ എന്ന ക്യാരക്ടറും തമ്മിൽ. ആൻഡ് ഈ ഫേസ് ഓഫിന് കാരണമെന്ന് പറയുന്നത് ഗോൾഡ്. കഥ നടക്കുന്നത് കൊല്ലത്താണ്. അവിടെ ഒരു വിചിത്രമായ കോൺട്രാക്ട് ഏർപ്പെടുകയാണ് സ്റ്റെഫിയുടെ കുടുംബം. സോ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സ്റ്റെഫിയുടെ വിവാഹത്തിനുള്ള 25 പവൻ ഫിനാൻസറായ അജേഷ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നൽകും. കല്യാണത്തിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഗിഫ്റ്റ് കൊണ്ട് 25 പവന് ഇക്വലന്റ് ആയിട്ടുള്ള പൈസ കല്യാണം കഴിയുമ്പോൾ റീപേ ചെയ്താൽ മതി. എന്നാൽ ഉദ്ദേശിച്ച പൈസ കിട്ടിയില്ല. ആൻഡ് അതിന്റെ കാരണമൊക്കെ സിനിമയിൽ തുടക്കത്തിൽ തന്നെ പറയും. 13 പവനുള്ള പൈസയാണ് ക്യാഷ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. 12 പവൻ ഇക്വലന്റ് ആയിട്ടുള്ള ക്യാഷ് കൊടുക്കാനില്ലെങ്കിൽ ആ 12 പവൻ തിരിച്ചേൽപ്പിക്കണം അജേഷിന്. എന്നാൽ സാഹചര്യം കാരണം അത് തിരിച്ചേൽപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ അജേഷ് എന്ന ചെറുപ്പക്കാരൻ ആ 12 പവൻ തിരിച്ചു മേടിക്കാൻ കാണിച്ചു കൂട്ടുന്ന സാഹസ്യം നിറഞ്ഞ ജേണിയാണ് പൊന്മാൻ എന്ന സിനിമ പറയുന്നത്. ആദ്യ പകുതിയിൽ ടെൻഷൻ ബിൽഡ് ചെയ്യിപ്പിക്കുകയാണ് ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ. ആ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക് വലിയ തരത്തിലുള്ള പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ബേസിൽ അവതരിപ്പിച്ച അജേഷ് എന്ന ക്യാരക്ടർ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് ആദ്യ പകുതിയിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്. ജീവിതം പുള്ളി മാക്സിമം എൻജോയ് ചെയ്യും. എന്നാൽ ജോലിയിലേക്ക് വന്നാൽ പുള്ളി ബിൽഡ് ചെയ്ത ഒരു ട്രസ്റ്റ് ഉണ്ട് പുള്ളിയുടെ ലൈൻ ഓഫ് വർക്കിൽ. ആ ട്രസ്റ്റ് നിലനിർത്താൻ പുള്ളി ഏത് എക്സ്റ്റെന്റ് വരെയും പോകും. അതുകൊണ്ട് തന്നെ തന്റെ എതിരാളി എത്ര വലിയ ആളാണെങ്കിലും ആ ഡിറ്റർമിനേഷൻ ആണ് അജേഷ് എന്ന ക്യാരക്ടറിനെ ഡ്രൈവ് ചെയ്യുന്നത്. അത് ബേസിൽ നല്ല വെടിപ്പായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ മറിയാനോ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച സജിൻ അബു ഭീകരൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മറിയാനോ ഒരു ഭീകരൻ തന്നെയാണ്. പുള്ളിയുടെ സർക്കിളിൽ ആര് കയറി കളിച്ചാലും പുള്ളി ഇടിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വന്നാലും ആ ഒരു ടെൻഷൻ തന്നെയാണ് ബിൽഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇടിക്കും. എന്നാൽ ഒരു ഫൈറ്റ് കാണണമെങ്കിൽ നമ്മൾ ക്ലൈമാക്സ് വരെ എത്തണം. ഞാൻ ഉദ്ദേശിച്ച ഒരു അയ്യപ്പൻ കോച്ചി രീതിയിലുള്ള ഒരു ഫൈറ്റ് ആണ്. ശരിയാണ്, അജേഷ് ഒരു കോമൺ മാൻ ആണ്. അങ്ങനെ ഇടിച്ചാൽ അത് വളരെ അൺറിയലിസ്റ്റിക് ആയിപ്പോകും. എന്നാൽ പോലും അജേഷ് ഒന്ന് ചാടി ഇടിച്ചാൽ പോലും ഞാൻ വിശ്വസിച്ചേനെ. കാരണം അത്രയ്ക്കും ടെൻഷൻ ആണ് സിനിമ ബിൽഡ് ചെയ്യുന്നത്. എന്റെ ഓവർ എക്സ്പെക്ടേഷൻ കാരണമായിരിക്കും ഫൈനൽ ഫൈറ്റ് വിചാരിച്ച ലെവലിൽ വന്നില്ല എന്ന് തോന്നിയത്. ഫിസ് ഫൈറ്റിനേക്കാൾ ഡയറക്ടർ ഫോക്കസ് ചെയ്ത് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കി എടുക്കാനാണ് പ്രേക്ഷകനുമായി. പടത്തിന്റെ കോർ എന്ന് പറയുന്നത് സ്ത്രീധനം തന്നെയാണ്. അത് ഡയറക്ടർ കൺവേ ചെയ്തതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ബട്ട് എക്സ്പെക്ടേഷൻ ഓവർ ആയതുകൊണ്ടായിരിക്കാം ആ ലെവലിലേക്ക് പൊന്മാൻ എത്തിയില്ല എന്ന് തന്നെ പറയാം. ബട്ട് സ്റ്റിൽ ബോർ അടിക്കാതെ കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ഫ്ലിക്ക് ആണ് പൊന്മാൻ. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബേസിൽ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.